പറയുമ്പോൾ എന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നു എന്ന് പറയുന്നത്? ജിഹാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകളാണ് നമ്മള്. ബുദ്ധിയുള്ളവരുടെ കാര്യം പറഞ്ഞു. ഇവിടെ സംഘികൾക്കെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്ക് വേദനിക്കുന്നുണ്ടെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. അത് വിചാരിച്ചിട്ട് അതങ്ങനെ പറയരുതെന്ന് ആരും ഇവിടെ പറയാറില്ലല്ലോ. എന്തിനാ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജിഹാദികളെ പറയേണ്ടത് ജിഹാദികളെ പറയണം. അവിടെ മുസ്ലിങ്ങൾക്ക് വേദനിക്കുമെന്ന് വിചാരിച്ച് മിണ്ടാണ്ടിരിക്കുന്ന ആ ഇരട്ടത്താപ്പിന് എന്നെ കിട്ടില്ല. എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ലെന്ന്. ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത കാര്യം. പിന്നെ കാഫിറിനെ കൊല്ലണം എന്നുള്ള നിയമം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാഫിറിനെ പിടിച്ച് കൊന്നാ പോരെ എന്നാ ചോദിച്ചത്. എന്ത് വാദാണ് ഞാൻ ചോദിക്കുന്നത്? കാഫിറിനെ കൊല്ലാൻ ഒന്നാമത് പാകിസ്ഥാനിലെ കാഫിറിനെ കൊന്നു തീർന്നു കഴിഞ്ഞു. ഇനി ആകെ എണ്ണി പറക്കി എടുക്കാൻ ആകെ 5-10 ഉള്ളൂ. അവിടുത്തെ നിരന്തരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പറയുന്ന മൈനോറിറ്റിക്ക് എതിരെയുള്ള പെർസിക്യൂഷൻ. അതിനെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞ വളരെ നല്ല കാര്യമായിരിക്കും. ഒന്ന് ആലോചിക്കണേലും ഇവൻ പറയണേലും ഒരു കാര്യമില്ലാതെ ഒന്നത്. ഇനി ഇവിടെ പറഞ്ഞ പ്രശ്നം, ഇതിൽ മതമുണ്ടോ? മതമുണ്ട്. ഗസ്വായ ഹിന്ദ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ച കാര്യമാണ്, ഹദീസിലുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ അത് കണ്ടിട്ടുണ്ടോ? അത് ഉത്തരം പറ. ഇല്ലെങ്കിൽ പിന്നെ അത് ഞാൻ പറയട്ടെ അത് പറയാൻ പറ്റില്ല. ഞാൻ സംസാരിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോകും. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ക്ഷമ കൈക്കൊള്ളൂ. ഒരു മാറ്റവും ഇല്ലല്ലോ. ക്ഷമ കൈക്കൊള്ളൂ. അത് ഞാൻ സംസാരിച്ചു. കൊച്ചു വെളുപ്പാൻ കാലത്തോരോ മാരണങ്ങൾ വന്ന് കേറിക്കോളും മനുഷ്യരെ ഉപദ്രവിക്കാൻ. ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് രാഹുൽ പറയും. അല്ലാതെ ഇടയ്ക്ക് കയറരുത്. അത് മര്യാദകേടാണ്. മര്യാദ കാണിക്കും. സഹിഷ്ണുതയാവുന്നത് ഉള്ള കാര്യം പറയുമ്പോ കിടന്ന് തിളയ്ക്കുന്നതിനാണ്. തിളയ്ക്കേണ്ട ഒരു കാര്യമില്ല. ഉള്ള കാര്യം പറയുമ്പോ തിളയ്ക്കേണ്ട കാര്യമില്ല. ആഞ്ജനേയ സ്വാമി, ഇത് ഒഴിഞ്ഞ ചെണ്ടയാകുമ്പോഴാണ് ഇതുപോലെ ഒച്ച ഉണ്ടാക്കേണ്ടി വരുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന കാര്യമാണ്. എന്താണ് ഇസ്ലാമിനെ ഇതുപോലെ മുന്നോട്ട് നയിക്കുന്നത്? ഇവിടെ ആഗോളതലത്തിൽ ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് വരുമ്പോൾ അതിനകത്ത് ടോപ്പ് ടെറർ ഇൻഡെക്സ് അതിന്റെ അറ്റാക്സിന്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20 എണ്ണം ഇസ്ലാമിക് ടെറർ അറ്റാക്സ് ആണ്. തല മുട്ടടിച്ചപ്പോ കല്ലുമഴ പെയ്യുന്നു പറഞ്ഞ പോലെ എന്റെ കാര്യം. ഇവിടെ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 50 ടെറർ ഓർഗനൈസേഷൻസ് ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 50ഉം 100ഉം അത് ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് തന്നെയാണ്. യേശുക്രിസ്തുവിനെയും ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും അങ്ങയുടെ ചർച്ചയിൽ പേരെടുത്ത് അപമാനിച്ചാൽ അങ്ങ് കേട്ടോണ്ടിരിക്കുന്നു. ഇത് മനുസ്മൃതി കത്തിച്ച നാടാണ്. ഇവിടെ ഖുർആൻ കത്തിക്കേണ്ടി വന്ന കത്തിക്കണം. അതിനെ ഞാൻ പറയാം. ഓക്കെ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. രാവിലെ തന്നെ വന്നിരുന്ന ഓരോരോ ഉപദേശങ്ങൾ. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. ഒരു കാര്യം ചെയ്യും, ആരിഫ് ഹുസൈൻ കത്തിക്ക് ജയിലിൽ പോണതാണ്. ആരിഫ് ഹുസൈൻ കത്തിക്ക് ജയിലിൽ. മനുസ്മൃതി കത്തിച്ചാൽ അവിടെ പോകില്ല. ഖുർആൻ കത്തിച്ചാൽ പോകും. അത് തന്നെ ഞാൻ പറഞ്ഞു. അതാണ് ഇസ്ലാമിന്റെ ആ കോണം. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാരും.